ഹായ് ഫ്രണ്ട്സ്, റോഷ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻഫോർമേഷനാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. നമ്മൾ റേഷൻ കാർഡ് മസ്റ്ററിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ കുറച്ച് ദിവസമായിട്ട്. ഇപ്പോൾ എല്ലാ റേഷൻ കാർഡുകാർക്കും, അതായത് എല്ലാ കളറിലുള്ള റേഷൻ കാർഡുകാർക്കും മസ്റ്ററിംഗ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഓൺലൈൻ ത്രൂ അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്ക് വീട്ടിലിരുന്ന മൊബൈലിൽ വെച്ച് തന്നെ ഇത് ചെയ്യാവുന്നതാണ്. കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് ഡയറക്റ്റ് നോക്കാം. എല്ലാവർക്കും നമുക്ക് മൊബൈൽ ഫോൺ ഇതിൽ വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആധാർ നമ്പർ വേണം, പിന്നെ റേഷൻ കാർഡ് നമ്പർ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടി വരും, പിന്നെ ആധാർ ലിങ്ക് ആയിട്ടുള്ള ഫോൺ നമ്പർ. ഇത്രയും ഡീറ്റെയിൽസ് വെച്ചിട്ട് വേണം നിങ്ങൾ ഇരിക്കാനായിട്ട്. ഓക്കെ, ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള ഫോൺ നമ്പർ, പിന്നെ റേഷൻ കാർഡ്, ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. സോ ഇതിനായിട്ട് നമുക്ക് രണ്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുണ്ട്. രണ്ട് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാനുണ്ട്. സോ ആദ്യത്തെ ആധാർ ഫേസ് RD, സ്പെല്ലിങ് നോക്കാം കേട്ടോ. ആധാർ ഫേസ് RD ആണ് ലാസ്റ്റ് വരുന്നത്, ആധാർ ഫേസ് RD. സോ ഈ ആപ്ലിക്കേഷൻ ഒന്ന് പ്ലേ സ്റ്റോറിൽ പോയിട്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ആധാർ ഫേസ് RD സിമ്പിളൊക്കെ നോക്കുക, അതിൻ്റെ ഐക്കണൊക്കെ നോക്കി വെച്ചോളൂ, അത് ഇൻസ്റ്റാൾ ചെയ്യുക. അടുത്തതായിട്ട് മേരാ EKYC ഈ ആപ്പ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ടൊന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ഈ രണ്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാണ് ആദ്യം വേണ്ടത്. അത് കഴിഞ്ഞാൽ നിങ്ങൾ മേരാ EKYC ഓപ്പൺ ചെയ്യാം ആപ്പ്. രണ്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം മേരാ EKYC ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ ഒരു വിൻഡോ കിട്ടും. അതിൽ നമ്മൾ സ്റ്റേറ്റ് കേരള സെലക്ട് ചെയ്യാം, പിന്നെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്യുക, ഇത്ര ചെയ്യാം. അത് കഴിഞ്ഞാൽ നമുക്ക് ജനറേറ്റ് ചെയ്തിട്ടുള്ള OTP എൻ്റർ ചെയ്ത് കൊടുക്കാം. ക്യാപ്ച അതുപോലെ തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കാം. കേസ് സെൻസിറ്റീവ് ആണ്, സോ ക്യാപ്ചയും OTPയും എൻ്റർ ചെയ്ത് കൊടുക്കാം. എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത വിൻഡോ എന്താണെന്ന് നോക്കാം. ഇത് സബ്മിറ്റ് എൻ്റർ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ടുള്ള ഒരു വിൻഡോ, നമ്മുടെ ബെനിഫിഷ്യറി ഡീറ്റെയിൽസ് ആയിട്ടുള്ളൊരു വിൻഡോ ഓപ്പൺ ആയി വരും. അതിൽ ഫേസ് EKYC കൊടുക്കാം. ഓക്കെ, സോ നമ്മൾ സബ്മിറ്റ് എൻ്റർ ചെയ്യുമ്പോൾ ഇങ്ങനൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഇതിൽ നമ്മൾ ആക്സെപ്റ്റ് കൊടുക്കാം. പിന്നെ ഇതിൽ കുറച്ച് പെർമിഷൻസ് ഉണ്ട്, അതൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കണം. സോ വൈൽ യൂസിങ് ദിസ് ആപ്പാണ് ഞാൻ കൊടുത്തത്. അത് കഴിഞ്ഞാൽ ഇതുപോലൊരു വിൻഡോ ഓപ്പൺ ആയി വരും. സോ നമ്മൾ എങ്ങനെയാണ് ഫോട്ടോ എടുക്കണ്ടേ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. അതൊന്ന് ജസ്റ്റ് വായിച്ച് നോക്കാം. കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട്. നല്ല വെളിച്ചം ഉണ്ടാവണം, പിന്നെ നമ്മളൊന്ന് കണ്ണ് ചിമ്മി തുറക്കണം ഫോട്ടോ എടുക്കുമ്പോൾ, അങ്ങനെ കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട്. സോ അതൊന്ന് വായിച്ച ശേഷം ഞാൻ ടിക്ക് ചെയ്തിട്ടില്ല, ഒരു റെഡ് ടിക്ക് മാർക്ക് എടുക്കണില്ലേ, അവിടെ ഒന്ന് ടിക്ക് ചെയ്യാം. അവിടെ ടിക്ക് ചെയ്തിട്ട് പ്രൊസീഡ് കൊടുക്കുക. നമ്മളൊരു കണ്ണ് പോലെയുള്ള ഒരു ഐക്കൺ കാണുന്നില്ലേ, അതിൽ ആ ടിക്ക് ചെയ്യുന്നതിന് തൊട്ട് മുന്നിലായിട്ട് അത് മറ്റേ ഫോട്ടോ എടുക്കുമ്പോൾ 1-2 പ്രാവശ്യം കണ്ണ് ചിമ്മി തുറക്കണം എന്നാണ് അത് പറയുന്നത്. ഓക്കെ, നല്ല വെളിച്ചുള്ളടത്ത് പോയിട്ട് വേണം നിങ്ങൾ ഫോട്ടോ എടുക്കാനായിട്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക. സോ ടിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. നമ്മുടെ ഫ്രണ്ട് ക്യാം വെച്ചിട്ട് തന്നെ നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിൽക്കുക. ഇതിലിപ്പോൾ റെഡ് അല്ല നിങ്ങൾ ഇത് കാണുന്ന ഒരു സർക്കിള്, അപ്പോൾ കറക്റ്റായി വരുമ്പോൾ ഒരു ഗ്രീൻ ആയിട്ട് വരും, എന്നിട്ട് സക്സസ്ഫുൾ കാണിക്കും. ഓക്കെ, അതുവരെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഫേസ് നന്നായിട്ട് നിൽക്കുക. പിന്നെ 1-2 പ്രാവശ്യം നമ്മൾ കണ്ണ് ചിമ്മി തുറക്കേണ്ടി വരും, കണ്ണൊന്ന് അടച്ച് തുറക്കാം, 2-3 പ്രാവശ്യം ചെയ്യേണ്ടി വരും. സോ ഫോട്ടോ അപ്രൂവ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടും, സക്സസ്ഫുള്ളി ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഡേറ്റും ടൈമും ഒക്കെ എടുത്തിട്ട് ഒരു സംഭവം കിട്ടും. ഇത്രയാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തത് കറക്റ്റ് ആയിട്ടുണ്ടോ, അതായത് നമ്മുടെ വാലിഡേറ്റ് ആയിട്ടുണ്ടോ, അതായത് ചെയ്തിട്ടുണ്ടോ, എന്താ പറയുക, മസ്റ്ററിങ് കറക്റ്റ് ആയിട്ടുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് നമ്മളെ ഇപോസ് കേരള എന്നുള്ള സൈറ്റിൽ കയറാം. ഗൂഗിൾ എടുക്കാം, ഇപോസ് കേരള ഗവൺമെൻറ്റിന് ടൈപ്പ് ചെയ്യാം, ഇപോസ്. സോ അത് എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനൊരു വിൻഡോ ആണ്, ഇങ്ങനൊരു സൈറ്റാണ് ഓപ്പൺ ആയിട്ട് വരാം. ലെഫ്റ്റിലുള്ള ലിസ്റ്റിങ്സ് അല്ലേ, അതിൽ ബെനിഫിഷ്യറി ഡീറ്റെയിൽസ് എടുക്കാം. ബെനിഫിഷ്യറി ഡീറ്റെയിൽസ് എടുക്കുമ്പോൾ ഇങ്ങനൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഇതിൽ നമ്മുടെ റേഷൻ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാം, എന്നിട്ട് സബ്മിറ്റ് ചെയ്യാം. സോ നമ്മൾ ജസ്റ്റ് റേഷൻ കാർഡ് നമ്പർ മാത്രമാണ് ഇതിൽ എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ളത്, എന്നിട്ട് സബ്മിറ്റ് ചെയ്യാം. സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന വിൻഡോ ആണ് അടുത്തത് കാണിക്കുന്നത്. ഇതിൽ നമ്മൾ എത്ര പേരുണ്ട്, നമ്മുടെ റേഷൻ കാർഡ് നമ്പറും പിന്നെ എത്ര പേരുണ്ട് അതിൽ, അതായത് ഞങ്ങൾ 4 പേരാണുള്ളത്, അപ്പോൾ 4 പേരുടെ നമ്പർ വരും.
ആധാർ നമ്പർ സീറ്റഡ് ആണോ എന്ന് കാണിക്കും. പിന്നെ ഏറ്റവും ലാസ്റ്റ് കോളം കണ്ടോ EKYC എന്ന് പറയുന്നത്, അവിടെയാണ് നമ്മളിപ്പോൾ ചെയ്തത് ഡൺ കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഡണ്ണ് വരും, ഇല്ലെങ്കിൽ നോട്ട് ഡണ്ണ് വരും. ഓക്കെ, ഇത്രയാണ് നമുക്ക് ചെയ്യാനുള്ളത്. സോ ഇത്രയും ചെയ്യാനാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇനി കറക്റ്റ് റേഷൻ കടയിലൊക്കെ മസ്റ്ററിങ് വരുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ചെക്ക് ചെയ്യാം, ആർക്കെങ്കിലും ഒരാൾക്ക് പോയിട്ട് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത്. നമുക്ക് എപ്പോഴും ഒരു ചെക്കിങ് ആവശ്യമാണല്ലോ. ഇതിപ്പോൾ നമുക്ക് എവിടെ ഇരുന്നാലും ചെയ്യാവുന്നതാണ്. ആധാർ നമ്പറും അതിൻ്റെ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോണും കൂടെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ഒരാൾക്ക് മറ്റൊരാളുടെ ചെയ്തു കൊടുക്കാൻ പറ്റില്ല, കാരണം ആളുടെ ഫേസ് ഡിറ്റക്ട് ചെയ്യണം. അതും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ആധാർ നമ്പറും ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള ഫോണും പിന്നെ ആദ്യമാണോ ചെയ്യേണ്ടത് ആ ആൾ അവൈലബിൾ ആയാൽ മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഫോണിന് നമ്മൾ ചെയ്യുന്ന ആ സ്ഥലത്ത് അവൈലബിൾ ആയാൽ മാത്രമാണ് നമുക്ക് ഈ പ്രോസസ്സ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, താങ്ക് യു. ഇനി ആരെങ്കിലുമൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ. താങ്ക് യു സോ മച്ച്.